പഠിച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരുമോ, ഇനിയിപ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങളൊന്നും പരീക്ഷയ്ക്ക് വന്നില്ലേ ഞാൻ എന്നാ എഴുതും എന്നൊക്കെയുള്ള ഓർത്ത കുറേ പേടികളാണ് ഇപ്പം നിങ്ങളുടെ മനസ്സിലുള്ളത് അല്ലേ? അപ്പോൾ ആ ഒരു പേടികളെല്ലാം എങ്ങനെയൊന്ന് മാറ്റിയെടുക്കാം, നാളെ പോയി അടിപൊളിയായിട്ട് എക്സാം എഴുതി കൂളായിട്ട് പോയി എക്സാം എഴുതി എങ്ങനെ വരാം എന്നൊക്കെയുള്ള ഒരു കാര്യം ഇന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം ഏറ്റവും ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടോ ആ ഒരു കാര്യങ്ങൾ റിവൈസ് ചെയ്യുക, മാക്സിമം റിവൈസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ കൂടുതൽ ആ മോഡൽ എക്സാമിൻ്റെ എന്തെങ്കിലും പഠിക്കാത്തത് ഉണ്ടെങ്കിൽ അത് പഠിച്ചു വെക്കുക. അപ്പം നിങ്ങൾ മാക്സിമം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തിട്ട് എക്സാമിന് കയറുക കേട്ടോ. ഇനിയിപ്പം റിവിഷൻ ചെയ്യാൻ സമയം കിട്ടിയില്ല എന്നോർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട. വേറൊരു കാര്യമുണ്ട്, എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും കുറേ പഠിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ ഓർത്ത് നോക്കുമ്പോൾ ആദ്യം പഠിച്ച കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടാവുകയല്ല, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ മുഴുവനും മറന്നു പോയിട്ടുണ്ടാവും. എല്ലാ കുട്ടികളും പറയുന്ന കാര്യം, ഇപ്പം ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്, പഠിച്ച കാര്യം ഒന്നും ഓർമ്മ വരുന്നില്ല. പക്ഷേ ഷുവറാണ്, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നതാണ്, നിങ്ങൾക്ക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പം ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പം നിങ്ങൾ പഠിച്ച കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ വന്നോളും. മുഴുവനും അതുപോലെ തന്നെ ചിലപ്പോൾ ഓർമ്മ വരുന്ന കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ മുഴുവനും ഓർമ്മ വരുന്നില്ല, അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഓർമ്മ വരും നിങ്ങൾക്ക്. അപ്പം ഓർമ്മ വരില്ല, എനിക്ക് ഓർമ്മയില്ല, പഠിച്ചതൊന്നും ഓർമ്മയില്ല എന്നോർത്ത് നിങ്ങൾ ഇപ്പം ടെൻഷൻ അടിക്കണ്ട. നാളെ എക്സാമിന് ഇരിക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, എന്തായാലും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വന്നോളൂ. അപ്പം ആ ഒരു കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേ വേണ്ട. പിന്നെ ഇനിയിപ്പം എക്സാമിന് കൂളായിട്ട് പോയിട്ട് എങ്ങനെ പരീക്ഷ എഴുതാം എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാം. അപ്പം അതിന് മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു കൊല്ലം പഠിച്ചത്. കഴിഞ്ഞ 10ാം ക്ലാസ് വരെ നമ്മളെ സഹായിക്കാനും നമുക്ക് നോട്ട്സ് എഴുതി തരാനും നോട്ട്സ് പറഞ്ഞു തരാനും എല്ലാം ടീച്ചേഴ്സ് ഒപ്പം ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. ഇക്കൊല്ലം നമ്മൾ തന്നെ ഇരുന്ന് പഠിച്ച് നമ്മൾ മാർക്ക് മേടിക്കാൻ പോവാണ് അല്ലേ? അപ്പം ആ ഒരു ടെൻഷൻ എന്തായാലും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പം നമുക്കറിയാം നമ്മുടെ പഠനം എത്രത്തോളം ഉണ്ടെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പഠിത്തത്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിനേക്കാളും നമ്മൾ പഠിച്ചതിനേക്കാളും നമുക്കിപ്പോൾ കൂടുതൽ വേണ്ട ദൈവാനുഗ്രഹമാണ്. അപ്പം നിങ്ങൾ നന്നായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക. എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് മാത്രം ഇനി സമയം കളയരുത്. നിങ്ങൾ പഠിക്കുകയും വേണം. ഞാൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുകയും വേണം, അതിൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കുകയും വേണം. ഞാൻ പഠിച്ചതെല്ലാം ഒന്ന് ഓർമ്മ വരണേ എന്നുള്ളൊരു കാര്യം. അപ്പം ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പം, നാളെയാണ് എക്സാം, ആദ്യത്തെ എക്സാം. ഓൾറെഡി ഹ്യൂമാനിറ്റീസുകാർ എക്സാം എഴുതി. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇന്നിപ്പോൾ രാത്രി തന്നെ കാണുകയാണെങ്കിൽ ഇപ്പം തന്നെ പോയി ബാഗിൽ ഹോൾ ടിക്കറ്റ്, ക്ലാസ് ടേബിൾ അതുപോലെ കാൽക്കുലേറ്റർ, ഈ 3 കാര്യങ്ങളും മസ്റ്റായിട്ട് എടുത്തു വെക്കുക. എഴുതാനുള്ള പേന, പെൻസില്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എന്തായാലും മറന്നു പോവാതെ എടുത്തു വെക്കുക. നാളെ എക്സാമിന് പോകാൻ നേരത്തെ അതൊന്നും എന്താ പറയുക ഹറിബറി ആവാനൊന്നും പാടില്ല. എന്താ പറയുക, ഇപ്പം സമാധാനമായിട്ട് പോയിട്ട് മറന്നു പോവാതെ ആ കാര്യങ്ങളെല്ലാം ഒന്ന് എടുത്തു വെക്കുക. പിന്നെ നാളെ എക്സാമിന് ഇറങ്ങാൻ സമയത്ത്, അല്ലെങ്കിൽ നാളെ എന്നല്ല ഏതൊരു എക്സാമിന് ഇറങ്ങാൻ സമയത്തും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്നവരോടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുക. മീൻസ് അവരുടെ ഒരു അനുഗ്രഹം മേടിക്കുക. നമ്മളൊരു എക്സാം എഴുതാൻ പോവുകയാണല്ലോ, അപ്പം നമ്മൾ നമ്മുടെ കാര്യം മാത്രമല്ല, നമുക്ക് നമ്മുടെ മുതിർന്നവരുടെ ഒരു അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മോൻ ധൈര്യമായിട്ട് പോയി എക്സാം എഴുതിയിട്ട് വാ എന്നവർ പറയുന്ന ആ ഒരു വാക്കിൽ തന്നെയുണ്ട് നമുക്ക് ഉള്ള ആ ഒരു ധൈര്യം, നമ്മുടെ ആ ഒരു പേടിയെല്ലാം കുറച്ചൊന്ന് കുറയും. അപ്പം നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്നവരുടെ അടുത്തുനിന്ന്, ഗ്രാൻഡ് പാരൻസ് ഉണ്ടെങ്കിൽ എന്തായാലും അവരുടെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോവുക. പിന്നെ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് കൂട്ടുകാരെയൊക്കെ കാണുമല്ലേ, എക്സാമിന് ഹോളിൽ കയറുന്നതിന് മുന്നേ എല്ലാം നിങ്ങൾ കൂട്ടുകാരുടെ കൂടെ ആയിരിക്കും. അപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പാടില്ലാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടാ നീ എന്തോരം പഠിച്ചു, നീ എന്തോരം പഠിച്ചു, ഞാൻ ഇത്രയും പഠിച്ചോളൂടി, നീ മുഴുവൻ പഠിച്ചല്ലേ, എനിക്കും ഭയങ്കര ടെൻഷനാവുന്നു, ഞാനൊന്നും പഠിച്ചിട്ടില്ല, നീ മുഴുവനും പഠിച്ചു, നിനക്ക് മുഴുവൻ മാർക്ക് കിട്ടും. അങ്ങനത്തെ സംസാരങ്ങളെല്ലാം ഒഴിവാക്കിക്കോ. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ എക്സാമിന് മുന്നേ പറയണ്ട. അങ്ങനെ പറയുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ പഠിച്ച കാര്യം കൂടെ ചിലപ്പോൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. സോ അങ്ങനത്തെ ഡിസ്കഷൻസ് എല്ലാം ഒഴിവാക്കിക്കോ. വേറൊരാൾ പഠിച്ചതിൻ്റെ കണക്ക് എടുക്കണ്ട, നമ്മൾ പഠിച്ചതിൻ്റെ കണക്ക് നമ്മളപ്പോൾ എടുക്കണ്ട. നിങ്ങൾ എത്രത്തോളം, ഓരോരുത്തർക്കും അറിയാം നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന്. സോ ആ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ബാക്കി കുറേ കാലമായിരിക്കുമല്ലോ കണ്ടിട്ടുണ്ടാവുക. അതുപോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക, സന്തോഷങ്ങളും വിവരങ്ങളെല്ലാം സംസാരിക്കുക. എത്ര പഠിച്ചിട്ടുണ്ട് എന്നതിൻ്റെ കണക്കൊന്നും എടുക്കാണ്ടിരിക്കുക. അത് നിങ്ങൾക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുകയുള്ളൂ. സോ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക. ഇത് ചെയ്യാണ്ടിരിക്കുക എന്ന് പറയുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ നമുക്ക് എല്ലാവർക്കും ചെയ്യാനൊരു താല്പര്യം ഉണ്ടാവുക. എങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാണ്ട്
നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ ആ എടി സുഖമാണോ, എങ്ങനെ ഉണ്ടായിരുന്നു ഇത്രയും കാലം എന്നുള്ളൊരു കാര്യം. അല്ലാണ്ട് എടി ഇപ്പോൾ ഈ എക്സാം നടത്തി ഇനിയിപ്പോൾ എനിക്കൊന്നും എഴുതാൻ കിട്ടില്ല, ഞാൻ തോറ്റു പോകും, അങ്ങനത്തെ കാര്യങ്ങളൊന്നും തമ്മിൽ സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ശ്രമിക്കാനേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ പറ്റുന്നവരത് ചെയ്യുക. എന്നിട്ട് എക്സാമിന് കയറി കഴിയുമ്പോൾ നല്ല കൂളായിട്ട് പോയിട്ട് ഇരുന്നോളുക. ടെൻഷനും ഒന്നും മുഖത്ത് വേണ്ട. ക്വസ്റ്റ്യൻ പേപ്പർ കൂൾ ഓഫ് ടൈം ഉണ്ട്, 15-20 മിനിറ്റ് ഉണ്ട് കൂൾ ഓഫ് ടൈം അല്ലേ. അപ്പോൾ ആ 20 മിനിറ്റ് കൂൾ ഓഫ് ടൈം കൂളാവാൻ തന്നെ ഉപയോഗിക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്നതിന് മുന്നേ അതിൻ്റെ അകത്ത് രജിസ്റ്റർ നമ്പറും പേരും ഒക്കെ എഴുതേണ്ടവിടത്തൊക്കെ എഴുതുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു കാര്യങ്ങളും എഴുതാൻ പാടില്ല, പെൻസിൽ കൊണ്ട് പോലും ഒരു കാര്യങ്ങളും എഴുതാൻ പാടില്ല. അതുപോലെ എക്സാം ഹാളിൽ ക്ലാസ് ടേബിൾ കാൽക്കുലേറ്റർ കയറ്റാം എന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ അകത്ത് പ്രിന്റിങ്സ് അല്ലാണ്ട് ഒരു കാര്യം കോപ്പി അടിക്കാനായിട്ടുള്ള ഒരു കാര്യവും കയറ്റരുത്. അതെങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ തന്നെയാണ് ബാധിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വേണ്ടിയാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം മിസ് ഇങ്ങനെയൊക്കെ പറയും, നമുക്കതൊക്കെ കയറ്റാം എന്നൊന്നും വിചാരിച്ച് ചെയ്യരുത്. അത് നിങ്ങളെ തന്നെ അഫക്റ്റ് ചെയ്യുള്ളൂ. സോ അത് ചെയ്യാണ്ടിരിക്കുക. പിന്നെ എക്സാം ഹാളിൽ കയറി പേരും രജിസ്റ്റർ നമ്പറൊക്കെ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആൻസർ ഷീറ്റ് കിട്ടുമല്ലോ, എഴുതാൻ വേണ്ടിയിട്ടുള്ള ആൻസർ ഷീറ്റ് കിട്ടും. ഒരു എന്താ പറയുക, ബുക്ക്ലെറ്റ് ആണെങ്കിൽ മാർജിനൊന്നും വരയ്ക്കണ്ട. മീൻസ് ഒരു ബുക്ക് പോലെ തന്നെ ചിലപ്പോൾ അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഇത് കിട്ടുക. അപ്പോൾ അത് മാർജിൻ വരയ്ക്കണമെങ്കിൽ വരച്ച് വെക്കുക. ആദ്യത്തെ ഒരു 3-4 പേജ് നല്ല വൃത്തിക്ക് എഴുതുക. നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം ചൂസ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് അതിങ്ങനെ ഒന്നാമത്തെ ചെയ്ത് കഴിഞ്ഞ പാടെ ഇപ്പോൾ ഒരു 20 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിക്കുക. 20 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് അറിയുന്ന ആദ്യത്തെ 1 എഴുതി, അത് കഴിഞ്ഞിട്ട് 20ാമത്തെ കൊണ്ടെഴുതി, പിന്നെ 9ാമത്തെ എഴുതി, പിന്നെ 15ാമത്തെ എഴുതി. അങ്ങനെ ചന്നം ഭിന്നം എഴുതരുത്. അത് അറിയാവുന്ന ആദ്യം എഴുതണമെന്ന് പറയും, എങ്കിലും അങ്ങനെ ചന്നം പിന്നെ എഴുതരുത്. കാരണം നിങ്ങൾ മാക്സിമം ഒരു ഓർഡറിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. ഇനി ഒട്ടും അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് അറിയുന്നത് ആദ്യം എഴുതുക. കാരണം ഈ ഒരു ചന്നം പിന്നെ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ അങ്ങനെ എഴുതാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, മീൻസ് ഈ ഒരു ടീച്ചേഴ്സ് ഈ പേപ്പർ വാല്യൂ ചെയ്യുമല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് 20ാമത്തെ ക്വസ്റ്റ്യൻ കിടക്കുന്നത് ചിലപ്പോൾ അടുത്ത പേജിലായിരിക്കും, പിന്നെ അടുത്തത് 9ാമത്തെ പേജ് ആദ്യത്തെ. അപ്പോൾ ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ ടീച്ചേഴ്സിന് തന്നെ ഒരു എന്താ പറയുക, ഈ കൊച്ചിനൊന്ന് ഓർഡറിൽ എഴുതിക്കൂടായിരുന്നോ, ടീച്ചേഴ്സിന്റെ മൂഡ് അവിടെ ഡൗൺ ആവും. അപ്പം നിങ്ങളുടെ മാർക്ക് വാല്യൂ ചെയ്യുന്നതിലും ചിലപ്പം എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. എഫക്റ്റ് ചെയ്യും എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, ചിലപ്പോൾ അവിടെ സാധ്യതയുണ്ട്. അതിനും ആ ഒരു സാധ്യതയുള്ളതിനെല്ലാം നിങ്ങൾ വെട്ടിക്കളഞ്ഞോളാം. അപ്പോൾ നിങ്ങൾ മാക്സിമം ഓർഡറിൽ തന്നെ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ 5 മീൻസ് 10 തന്നിട്ടുണ്ട്, അതിൻ്റെ അകത്ത് 5 അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന എത്രത്തോളം ആണോ അത്രയും നിങ്ങൾ എഴുതി വെച്ചോളാം. സമയം അനുസരിച്ച് തന്നെ നിങ്ങൾ എഴുതണം. എത്രയാണോ ടൈം, വാച്ച് കെട്ടാൻ മറക്കരുത് കേട്ടോ. മീൻസ് വാച്ച് കെട്ടാൻ മറക്കരുത്. വാച്ച് ഇല്ലാത്തവർ ഇപ്പം ഇനി വാച്ച് മേടിക്കാനൊന്നും പോകണ്ട. ആ ഒരു ടൈം കയറുന്നതിന് മുന്നേ ആ ഒരു ടൈം ചോദിച്ചിട്ട് കയറുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ഒരു ടൈം ഓൾറെഡി ബെല്ലൊക്കെ അടിച്ച് സ്കൂളിൽ ബെല്ലൊക്കെ അടിച്ച് അതിൻ്റെ ടൈമൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ വാച്ച് ഇല്ലാത്തവർ ഓടിപ്പോയി വാച്ച് മേടിക്കാനൊന്നും നിൽക്കണ്ട. വാച്ച് ഉള്ളവർ എന്തായാലും എക്സാമിന് പോകുമ്പോൾ വാച്ച് കെട്ടിയിട്ട് പോവുക. സമയം അനുസരിച്ച് തന്നെ എക്സാം എഴുതുക. പിന്നെ എഴുതാൻ ആദ്യത്തെ 3-4 പേജ് നല്ല വൃത്തിക്ക് എഴുതുക കേട്ടോ. അത് മസ്റ്റാണ്. നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ മാക്സിമം വൃത്തിക്ക് നിങ്ങൾ എഴുതുക. വെട്ടിക്കുത്തും പരിപാടികളൊന്നും വെട്ടുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ ചന്നം ഭിന്നം വെട്ടുമൊന്നും ചെയ്യരുത്. ജസ്റ്റ് ഒരു ക്രോസ് വരാം, അത്രയും മതി. അങ്ങനെ വൃത്തിക്ക് 3-4 പേപ്പർ അവസാന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഫുൾ പ്രാന്ത് കയറിയ പോലെ അവസ്ഥയായിരിക്കും അല്ലേ. സമയം ഇത്രയേ ഉള്ളൂ, എഴുതി തീർക്കണം എന്നുള്ള ആ ഒരു അവസാനത്തെ പേജ് കാണുന്നത് വലിയ സീനിൽ എങ്കിലും മാക്സിമം വൃത്തികേട് ആക്കാതിരിക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. സോ ആദ്യത്തെ ഒരു 3-4 പേജ് വൃത്തിയായിട്ട് എഴുതിയാലും അവസാനം ഇച്ചിരി വൃത്തികേടാണെങ്കിലും ടീച്ചർമാർക്ക് മനസ്സിലാവും. സമയമുണ്ടല്ലേ, എക്സാമിന് സമയമുണ്ട്, അല്ലാണ്ട് മുഴുവൻ ടൈമും എക്സാം എഴുതിയതൊന്നുമല്ല. അതുകൊണ്ട് ആ ഒരു കാര്യം ടീച്ചർമാർക്ക് മനസ്സിലാവും. സോ ഈ ഒരു കാര്യങ്ങളെല്ലാം എക്സാം എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ക്ലാസ് ടേബിളും കാൽക്കുലേറ്ററും നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഇപ്പം കാൽക്കുലേറ്റർ ഉപയോഗിക്കാവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മളിപ്പം കാൽക്കുലേറ്റർ കയ്യിലുള്ളതുകൊണ്ട് 3-4 കൂട്ടിയ 7 അറിയാം. പക്ഷെ ചെറിയ ഡൗട്ട് ഉണ്ടേ പോലും നിങ്ങളൊന്ന് കാൽക്കുലേറ്ററിൽ കുത്തി നോക്കുക കേട്ടോ. കാരണം കാൽക്കുലേറ്റർ യൂസ് ചെയ്യാമല്ലോ. അതുകൊണ്ട് തന്നെ ചെറിയ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ ഒന്നും കൂട്ടി 3 എഴുതി വെക്കും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുത്താതെ നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതുക. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം നല്ല എളുപ്പമായിരിക്കും. നന്നായിട്ട് എഴുതിക്കോ. ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മീൻസ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പാരൻസ്, നിങ്ങൾ അനുഗ്രഹം മേടിച്ച് നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ്, അങ്ങനെ ഇഷ്ടം പോലെ ഈ ഒരു കേരളം മുഴുവനും തന്നെ +1 പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നതാണ് സത്യം.
മീൻസ് ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ അറിയാണ് ഇങ്ങനെ എന്താ പറയുക ഇവർ ഇത്രയും ഒരു വർഷം ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ്, സ്കൂളിൽ പോലും പഠിക്കാതെ പോയി പരീക്ഷ എഴുതുന്ന കുട്ടികളാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. സോ അത് മനസ്സിലോർത്ത് ആ ഒരു ധൈര്യം മനസ്സിൽ വിചാരിച്ച് തന്നെ പരീക്ഷ എഴുതിക്കോ, ഒന്നും പേടിക്കണ്ട. ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഒപ്പമുണ്ട്. അതുപോലെ തന്നെ എന്താ ഞാൻ പാസ്സാവോ ഫെയിലാവോ എന്നോർത്തൊന്നും പഠിക്കണ്ട. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനങ്ങ് പരീക്ഷ എഴുതും. ആരാ ചോദിക്കാൻ, എനിക്ക് പറ്റുന്ന അല്ലാണ്ട് വേറൊരാൾ പറയുന്നു നീ അത്രയും മാർക്ക് മേടിക്കണം, അങ്ങനെയല്ല നിങ്ങൾ വിചാരിക്കേണ്ടത്. എനിക്ക് പറ്റുന്ന മാർക്ക് ഞാൻ മേടിച്ചിരിക്കും. ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് പറ്റുന്ന മാർക്ക് എനിക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വിചാരിച്ച് നിങ്ങൾ പോയി പരീക്ഷ എഴുതിക്കോട്ടോ, എളുപ്പമായിരിക്കും.